ഉമ്മയുടെ മരുമകന് 30 കൊല്ലായിരുന്നു കള്ളുകൂടി തുടങ്ങിയിട്ട്. അസഹ്യമായ ശല്യം, മകൾക്കും ആ കുടുംബങ്ങളൊക്കെ പ്രയാസത്തിലായിരുന്നു. അറിയുന്നില്ല. തങ്ങൾ പാപ്പായിട്ട് വന്നു പോയിട്ട് 3 മാസേ ആയിട്ടുള്ളൂ. അൽഹംദുലില്ലാഹ്. അപ്പൊ സന്തോഷമായി, മരുമകന്റെ കള്ളുടി മാറി, പടച്ചോനെ പേടിച്ച് ജീവിക്കാൻ ഇപ്പൊ തുടങ്ങി. ആ സന്തോഷം അറിയിക്കാനാണ് ഇപ്പൊ താത്ത വന്നിട്ടുള്ളത്. തങ്ങളുടെ ഒറ്റ വാക്കാണ്, നമ്മളെ മരുമന്റെ കള്ളുടി നിൽക്കും കെട്ടിലേന്ന് ഒരൊറ്റ നിറപുഞ്ചിരിയോടെ ഒറ്റ വാക്കാ. ആ വാക്ക് കിട്ടിയോ രക്ഷപ്പെട്ടു. അൽഹംദുലില്ലാഹ്. ആ മരുമകന്റെ കള്ളുടി മാറി. ഇനി അള്ളാഹു നല്ല നേരം ലഹരിയൊക്കെ ഉപയോഗിച്ചിരുന്നു, അതൊക്കെ മാറി. ആ സന്തോഷം അറിയിക്കാൻ താത്തന്റെ രാവിലെ കൊണ്ട് വന്നിക്കാണ്. അള്ളാഹു ഇനി ആ മരുമകൻ 5 നേരം നിസ്കരിക്കുന്ന ഒരു മരുമകനാക്കി കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. കള്ളുടി മാറിയതിന് വേണ്ടി ഇനിയൊക്കെ മക്കളെ നോക്കാൻ, ഇനി കുടിമാരിയൊക്കെ നോക്കും, കുഴപ്പമില്ല. അള്ളാഹു ഞാൻ മക്കളെ നോക്കാനും അവളെ നോക്കാനൊക്കെ അദ്ദേഹം ആ മനുഷ്യന്, ആ മരുമകന് അള്ളാഹു മനസ്സ് കൊടുക്കട്ടെ. ഇതാണ് തങ്ങൾ പാപ്പന്റെ വാക്ക്. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെങ്ങളൊക്കെ എത്രയോ ദൂരത്തുനിന്ന് വന്നിക്കുന്നത്. ഇപ്പൊ രാവിലെ ഓരോ ഫദ്ലുകൾ അള്ളാഹു നിലനിർത്തി പെരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. ആ ഉമ്മയുടെ മരുമകന്റെ കള്ളുടി മാറിയതിന് വേണ്ടി കൂട്ടമായിട്ട് നമുക്കൊരു തക്കിപ്പേര് ചെല്ലാം. മനസ്സറിഞ്ഞ് അള്ളാഹുവെ സ്വീകരിക്കട്ടെ. അള്ളാഹ് ഇനി ആ കുടിയൊന്നും തുടങ്ങാതിരിക്കട്ടെ. ആ മക്കളൊക്കെ ശരിക്കും നോക്കാൻ മനസ്സ് അള്ളാഹു മരുമകന് നൽകുമാറാവട്ടെ. നമുക്ക് കൂട്ടമായിട്ട് ഒരു തക്ബീർ ചെല്ലാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.